Hello friends, welcome back to my channel. ഇന്ന് നമ്മൾ InShot എന്നുള്ള ഒരു ആപ്പിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ആപ്പാണിത്. InShot നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. InShot എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെയാണ് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നത്. നമ്മൾ InShot ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനും അതേപോലെ കൊളാഷ് ഉണ്ടാക്കാനുമായിട്ടുള്ള 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ നമുക്ക് ഇപ്പോൾ വീഡിയോ ആണ് ചെയ്യേണ്ടതെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കിത് യൂട്യൂബേഴ്സ് ആണെങ്കിൽ നമുക്ക് യൂട്യൂബിലേക്കുള്ള വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ കഴിയും. ആദ്യമായിട്ട് നമുക്ക് ആ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിന് താഴെ കാണുന്ന 3 ഫയൽസ് ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടുള്ള ഫയൽസ് ആണ്. അതേപോലെ താഴെ കാണുന്ന 43 ഡ്രാഫ്റ്റ് എന്നുള്ളത് ഞാൻ മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്ന 43 വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിലുണ്ടാവുക. അപ്പം നമ്മൾ ന്യൂ എന്നുള്ളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ന്യൂ എന്നുള്ളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ആണ് വരുന്നത്. അതിൽ വീഡിയോ, ഫോട്ടോ, ഓൾ 3 ഓപ്ഷൻ കാണാം. അതിൽ വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ വീഡിയോസും ആണ് വരുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും ആണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ നോക്കാം. ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ വെക്കുമ്പോൾ അതിൽ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ഫോട്ടോസും ആണ് കാണാൻ കഴിയുന്നത്. അടുത്തത് ഓൾ എന്നുള്ള ഓപ്ഷനാണ്. ഓൾ എന്നുള്ള ഓപ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒരേപോലെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണാം. ഇതിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഫോട്ടോസാണ് നമുക്ക് ആഡ് ചെയ്തിട്ട് ഏതൊക്കെ വീഡിയോ ആഡ് ചെയ്തിട്ടാണ് നമുക്കൊരു വലിയൊരു വീഡിയോ ഉണ്ടാക്കുന്നത് നോക്കാം. ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആയിരിക്കുമല്ലോ. നമ്മൾ ഇപ്പം 2 മിനിറ്റോ അല്ലെങ്കിൽ 10 സെക്കൻഡോ ഒക്കെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് മിക്സ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി മാറ്റുന്നതാണ് നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് എല്ലാം ക്ലിപ്പിങ്സ് ഇതേപോലെ എടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓരോ വീഡിയോസിലും ടച്ച് ചെയ്യുന്ന സമയത്ത് അത് സെലക്ട് ആവും. അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന ഒരു ഗ്രീൻ അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ആയിരിക്കും വരുന്നത്. ഇപ്പം നമുക്ക് കാണാം ഈ ഒരു ഫോട്ടോ ഇതേപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തിരിച്ച് നേരെ ആക്കി വെക്കണമെങ്കിൽ നമുക്ക് ഇതിൽ ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ പോയി റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മതി. നമുക്ക് അത് റൊട്ടേറ്റ് അടിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഏതുപോലെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കാണാം ഇത് റെഡി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതേപോലെ വെക്കാം. ഇനി നമുക്ക് ഇതിലെ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ക്യാൻവാസ് എന്നുള്ളതാണ്. ക്യാൻവാസ് എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഏറ്റവും മുകളിലായിട്ട് പിഞ്ച് ടു സൂം ഇൻ എന്ന് കാണാം. അത് നമുക്ക് വീഡിയോ ഇതിലുള്ള ഫോട്ടോ നമുക്ക് ഇതേപോലെ സൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ അതിൽ കൈ വെച്ച് 2 വിരൽ വെച്ചിട്ട് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, ഒരു വിരൽ പോകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ ആ ഒരു വീഡിയോ വലുതായിട്ട് വരുന്നത് കാണാം. അതേപോലെ അത് 2 വിരലും അടുപ്പിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് അത് ചെറുതായിട്ട് വരും. അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതുപോലെ ചെയ്ത് കൊടുക്കാം. അത് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ വീഡിയോയിലും ഇതേപോലെ സൂം ചെയ്തതാണ് വേണ്ടത്. എല്ലാ ക്ലിപ്പിങ്സിലും ഇതേപോലെ സൂം ചെയ്തതാണ് വേണ്ടതെങ്കിൽ ഡബിൾ ടിക്കും കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഒരു ക്ലിപ്പിൽ മാത്രം മതിയെങ്കിൽ നമുക്ക് ഒരു ടിക്കിൻ്റെ അത് കൊടുക്കാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ പിൻ ചെയ്യുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്കത് ഈ ഒരു കാണുന്ന ഈ ഒരു പോയിന്റിൽ നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോ ഫ്രെയിം കാണാം. നോ ഫ്രെയിം എന്നുള്ളത് ആക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. നമുക്കത് എത്ര വലുപ്പത്തിലാണോ നമ്മൾ ആ വീഡിയോ എടുത്തിരിക്കുന്നത് ആ ഒരു ഫ്രെയിമാണ് കിട്ടുന്നത്. അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് 1:1 എന്നുള്ള ആ ഒരു ഇതിലാണെങ്കിൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കാം. 4:5 കൊടുക്കാം. അതേപോലെ 16:9 ആ ഒരു റേഷ്യോയിലാണ് നമുക്ക് യൂട്യൂബിലേക്കുള്ള വീഡിയോസ് വരുന്നത്.
പിന്നെ ടിക്ടോക്ക് പോലെയുള്ള ഇതിലേക്ക് വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ 9:16 എന്നുള്ള ആ ഒരു പ്രൊപ്പോർഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് അതുപോലെ ഓരോന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ യൂട്യൂബിലേക്ക് ചെയ്യുന്നതായതുകൊണ്ട് 16:9 എന്നുള്ള ഓപ്ഷനാണ് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ വീഡിയോയിലും ഇങ്ങനെ വേണ്ടതുകൊണ്ട് അപ്ലൈ ടു ഓൾ എന്നുള്ളതാണ്, ഡബിൾ ടിക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അടുത്ത ഓപ്ഷൻ വരുന്നത് മ്യൂസിക് ആണ്. മ്യൂസിക് എന്നുള്ളതിൽ നമുക്ക് ഇതിൽ ട്രാക്സ് എന്ന് കാണാം, ഇഫക്ട്സ് എന്ന് കാണാം, റെക്കോർഡ് എന്ന് കാണാം. 3 ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. അതിൽ ട്രാക്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന മ്യൂസിക് ഒക്കെയാണ് ഇതിൽ ഫീച്ചേർഡ് ഉണ്ട്. അത് ഓൾറെഡി ഇതിലുള്ള ഈ ഒരു ആപ്പിൽ ഉള്ള മ്യൂസിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ മൈ മ്യൂസിക് ആണെങ്കിൽ നമ്മൾ ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ ബെൻ സൗണ്ട്സിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന അതുപോലത്തെ മ്യൂസിക്കാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതേപോലെ ഇഫക്ട്സ് ഉണ്ട്. ഇഫക്ട്സ് ഓൾറെഡി ഈ ഒരു ആപ്പിലുള്ളതാണ്, അവർ തരുന്നതാണ്. അതിലിതാ നമുക്ക് ഒരുപാട് മ്യൂസിക്കുകൾ, ചെറിയ ചെറിയ മ്യൂസിക് ക്ലിപ്പുകൾ നമുക്ക് കാണാം. അതിൽ നമുക്ക് ഏതെങ്കിലും സൗണ്ട് വെക്കണമെങ്കിൽ അതേപോലെ ചെയ്യാം. പിന്നെ ട്രാൻസിഷൻ ആണ് അടുത്തത്. ട്രാൻസിഷൻ എന്ന് വെച്ചാൽ അതിന് ഓരോ ഇഫക്റ്റ് മോഡലുള്ള സംഭവങ്ങളാണ്. അതേപോലെ ഗെയിം, ബെൽസ്, വെപ്പൺ അങ്ങനെ പറഞ്ഞിട്ട് ഓരോ സൗണ്ടുകളുണ്ട്. ഇപ്പോൾ ഓരോ വെപ്പൺസിൻ്റെയൊക്കെ സൗണ്ട്, കാനൺ, അതുപോലത്തെ ഓരോ ഹിറ്റ്, നൈഫ്, ലേസർ, ലൈറ്റ് സബർ, അങ്ങനെ ഗൺ, അങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാക്ക് അടിക്കാം. അതിന് ശേഷം ഇനി കാണുന്നതാണ് നമുക്ക് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. റെക്കോർഡ് എന്നുള്ളതിൽ നമുക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അത് സ്റ്റോപ്പ് ആവും. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടിക്കിൽ ചെയ്ത് കൊടുത്താൽ മതി. സൗണ്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു റെഡ് കളറിൽ കാണുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം വോളിയം കൂട്ടാം, കുറയ്ക്കാം, ഫെയ്ഡ് ഇൻ കൊടുക്കാം, അതുപോലെ തന്നെ ഫെയ്ഡ് ഔട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സൗണ്ട് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വരുന്നത് എഡിറ്റിൽ തന്നെ, എഡിറ്റിലുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് ഇതിൽ മറ്റ് ഓപ്ഷൻസ് സ്പ്ലിറ്റ് ആണ്. അപ്പോൾ സൗണ്ട് നമുക്കിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങി ഒരു പകുതി സമയം എത്തിയപ്പോഴത്തേക്ക് അവിടുന്ന് വേറെ ഏതെങ്കിലും സൗണ്ട് ഇടയ്ക്ക് കയറി വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് എന്നുള്ളത് ആക്കാം. ഇപ്പം നമുക്ക് കാണാം, കണ്ടോ, 2 ആയിട്ട് വന്നു. ആ ഒരൊറ്റ ഇതായിട്ട് എടുത്ത സൗണ്ട് നമുക്ക് 2 ആയിട്ട് മാറി. അതിൽ ഈ ഒരു ലാസ്റ്റ് പോർഷൻ മാത്രം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. എന്ത് വേണമെങ്കിലും ഇതേപോലെ ചെയ്യാം. കുറച്ച് ഭാഗങ്ങളൊക്കെ, ഇപ്പോൾ ഇത്രയും ഭാഗം കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്നും കൂടെ സ്പ്ലിറ്റ് കൊടുത്താൽ മതി. എന്നിട്ട് ആ ചെറിയ ഭാഗം ഒഴിവാക്കണമെങ്കിൽ ഇതേപോലെ അതിൽ പ്രസ് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കാം. അപ്പോൾ അത്രയും പോർഷൻ ഉള്ളത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈ സൗണ്ട് സെക്കൻഡ് സൗണ്ട് വേണമെങ്കിൽ ഫസ്റ്റ് സൗണ്ടിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ ടച്ച് ചെയ്ത് ഒന്ന് ജസ്റ്റ് നീക്കി കൊടുക്കാം. അതിനടുത്തേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ സൗണ്ട് ഒന്നിച്ച് വരും, കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വരും. അതിനുശേഷം നമുക്ക് ടിക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത് സ്റ്റിക്കറാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഏത് തരത്തിലുള്ള സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും. ഇപ്പോൾ ഷെയർ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഷെയർ എന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എവിടെയാണോ അത് ഷെയർ എന്നുള്ളത് വെക്കേണ്ടത് അവിടെ കൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ടിക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ എത്ര ലെങ്ത്തിൽ വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ആരോ നീക്കുന്നതിനനുസരിച്ച് നമുക്ക് അതേപോലെ ആവും. കണ്ടോ, എത്ര ഫുൾ വീഡിയോ വേണമെങ്കിൽ ഫുള്ള് വരെ നമുക്ക് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. അപ്പം എത്ര നേരം വേണമെങ്കിലും നമുക്കത് കാണാൻ പറ്റും. ഷെയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിലും അതേപോലെ കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് വെച്ചിട്ട് ഇത് തന്നെ ഇനി അപ്പുറം വരെ വലിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ അതേ സംഭവം ഒന്നും കൂടെ അതിൻ്റെ ഒരു കോപ്പി കൂടെ വരും. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ വരും. ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം പിന്നെ വരുന്ന അടുത്ത ഓപ്ഷനാണ് ടെക്സ്റ്റ് എന്നുള്ളത്. ടെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് ഈ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഈ ഒരു ടെക്സ്റ്റിന്
ഇതേപോലെ കളർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അതേപോലെ തംബ്നെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഉപകാരപ്പെടും. ഈ താഴെയുള്ള ഓരോന്നും അമർത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ ഇഫക്റ്റുകളാണ് വരുന്നത്. കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഓരോ മോഷൻസ് നമുക്ക് ഏത് ടൈപ്പിലാണ് ഇത് വരേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ ആരോസിലും ടച്ച് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് വരും. ഇൻ ആൻഡ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ അതെല്ലാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. സ്പീഡിൽ വരുന്നതാണോ അല്ലെങ്കിൽ സ്ലോ ആയിട്ട് വരുന്നതാണോ അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കണ്ടോ, സ്പീഡ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടെക്സ്റ്റ് കഴിഞ്ഞു. ടെക്സ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഫിൽറ്റർ ഓപ്ഷനാണ്. ഫിൽറ്റർ ഓപ്ഷനിൽ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പം ഈ വീഡിയോയുടെ കളറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഫിൽറ്റർ ഉണ്ട്, അതുപോലെ ഇഫക്റ്റ് ഉണ്ട്. ഇഫക്റ്റിൽ നമ്മളിതാ ഇതേപോലെ നമുക്ക് എന്തെങ്കിലും തരത്തിലൊക്കെ മാറ്റണമെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് മാറ്റാം. നോർമൽ മതിയെങ്കിൽ ഒറിജിനൽ എന്നുള്ളത് കൊടുക്കുക, അതിനുശേഷം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ പ്രീ കട്ട് എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാനുള്ളതാണ്. സ്പ്ലിറ്റ് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ. ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ അതുപോലെ തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട്, ഇനി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഒരു ചെറിയൊരു ഫോട്ടോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൽ ഇതേപോലെ സെലക്ട് ചെയ്യാം. ഏതെങ്കിലും കളേഴ്സ് വേണമെങ്കിൽ ചെയ്യാം. ഗ്രേഡിയൻസ് ഉണ്ട്, ഗ്രേഡിയൻസ് വേണമെങ്കിൽ അത് ചെയ്യാം. അതേപോലെ ഈ ഫോട്ടോയുടെ തന്നെ ഒരു ബ്ലറായിട്ടുള്ള വ്യൂ ആണ് വേണ്ടതെങ്കിൽ അത് കൊടുക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. ഒന്നും വേണ്ടെങ്കിൽ ഇതേപോലെ നത്തിങ് എന്നുള്ളത് ചെയ്താൽ മതി. എന്നിട്ട് അപ്ലൈ ടു ഓൾ കൊടുക്കാം. പിന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചില വീഡിയോസൊക്കെ നമുക്ക് കാണാൻ ചില ക്ലിപ്പിങ്സ് നമുക്ക് ചെയ്ത് തന്നെ റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്പീഡിൽ ഓടിച്ച് വിട്ടിട്ടില്ലെങ്കിൽ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പം അതിനനുസരിച്ച് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂടി വരും. അപ്പം വളരെ ഫാസ്റ്റായിട്ട് കാണിക്കേണ്ട വീഡിയോസൊക്കെ ഇതേപോലെ നമുക്ക് കാണിക്കാം. ഇത് പ്രീകോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രീകോഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് അടിക്കാൻ പാടില്ല, സ്ക്രീൻ ലോക്ക് ചെയ്യാൻ പാടില്ല, അതുപോലെ വേറെ ഏതെങ്കിലും ആപ്പുകൾ ഓപ്പൺ ചെയ്യാനും പാടില്ല. അപ്പം ഇതേപോലെ നമുക്ക് സ്പീഡിലുള്ള ഒരു ഇഫക്റ്റ് കിട്ടണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ സീനാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, സ്പീഡിലാക്കിയിട്ട് കാണിക്കുകയാണല്ലോ വേണ്ടത്. കാരണം ഫസ്റ്റ് ടു ലാസ്റ്റ് പെയിൻറ്റ് ചെയ്യുന്നത് മുഴുവനും കാണിക്കാനിരിക്കുകയാണെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇത് റെക്കോർഡിംഗ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ സ്പീഡ് എത്ര കൂട്ടേണ്ടതെന്ന് വെച്ചാൽ കണ്ടോ, സ്പീഡ് വളരെ കൂടുതലായിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അത് കംപ്ലീറ്റ് കാണിക്കണമെങ്കിൽ ഇതേപോലെ കാണിക്കാൻ പറ്റും. അതിനുശേഷം ഈ ഒരു ടിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് അടുത്തത് ക്രോപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോ ഫിറ്റായിട്ടുള്ള പ്രൊപ്പോർഷൻസ് എത്രയാണെന്ന് കാണിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് മാനുവലായിട്ട് ചെയ്ത് കൊടുക്കാം. എത്ര പോർഷനാണോ വേണ്ടത് അത്രയും പോർഷൻ ക്രോപ്പ് ചെയ്തിട്ട് അത് മാത്രമായിട്ട് കാണിക്കാം. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. വോളിയം, നെക്സ്റ്റ് വോളിയാണ്. വോളിയം നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള സൗണ്ട് അല്ല നമുക്ക് വേണ്ടത്. അത് പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് കയറ്റുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഉള്ള ആ ഒരു സൗണ്ട് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പം നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 100 എന്നുള്ളത് മാക്സിമം കുറയ്ക്കുക, 0-ൽ വയ്ക്കുക. 0-ൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഡബിൾ ക്ലിക്ക് കൊടുത്താൽ മതി, അപ്ലൈ ടു ഓൾ. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള സൗണ്ട് കംപ്ലീറ്റ് പോവും. അതിന് പകരമായിട്ട് നമുക്ക് എക്സ്ട്രാ സൗണ്ട് ഞാൻ നേരത്തെ റെക്കോർഡ് എന്നുള്ള ഓപ്ഷനിൽ കാണിച്ചതുപോലെ സൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അടുത്തതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ പറഞ്ഞു, ഉള്ള ഒരു സീൻ തന്നെ അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് തന്നെ വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് വെച്ച് കൊടുക്കാം. ഇത് ഈ ഒരു ക്ലിപ്പിങ്സിന് മാത്രമല്ല അങ്ങനെ വരുന്നത്. നമ്മുടെ വോയിസ് വേണമെങ്കിൽ നമുക്ക് അതേ വോയിസ് തന്നെ
വീണ്ടും വേണമെങ്കിൽ നമ്മൾ മ്യൂസിക് ഒക്കെ ഇടുമല്ലോ, അപ്പോൾ ചെറിയ ഒരു മിനിറ്റ് ഒക്കെയുള്ള മ്യൂസിക് മാത്രമേ ഉള്ളൂ. നമുക്കത് 2-3 മിനിറ്റ് അതേ മ്യൂസിക് കണ്ടിന്യൂ ചെയ്ത് വരണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ അടിച്ചാൽ മതി. അതേപോലെ നമ്മൾ ഇതേപോലെ ടെക്സ്റ്റ് കൊടുക്കുന്നത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരണമെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ മതി. റൊട്ടേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫ്ലിപ്പ് എന്നുള്ളത് നമ്മളുള്ള ഫോട്ടോ കണ്ടോ, ഇടത്തോട് തിരിഞ്ഞ് നിൽക്കുന്നതാണെങ്കിൽ അത് വലത് ഭാഗത്തേക്ക് വരും. നമ്മളിപ്പോൾ ഒരു കണ്ണ് ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്, നമ്മൾ ഫ്ലിപ്പ് എന്നുള്ളത് വെക്കുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. ഫ്രീസ് എന്നുള്ളത് ആ ഒരു വീഡിയോ അവിടെ ഫ്രീസ് എത്ര ഭാഗമാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രീസ് എന്നുള്ള ഓപ്ഷൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് ഫ്രീസ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഓൾറെഡി നമ്മൾ ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്വാളിറ്റി എത്രയാണോ വേണ്ടത് 1080p ഉണ്ട്, അതുപോലെ 720, 640 എന്നുള്ളതിനനുസരിച്ച് നമുക്ക് എത്ര അതിൻ്റെ റെസൊല്യൂഷൻ എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ വീഡിയോ ക്വാളിറ്റി എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം സേവ് എന്നുള്ളത് ചെയ്താൽ മതി. ഞാനിപ്പോൾ സേവ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി ഇതിൽ സ്പേസ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യുന്ന സമയത്ത് അതേപോലെ ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങളുടെ ഗാലറിയിൽ അത് സേവ്ഡ് ആവും. ഇൻഷോട്ട് എന്നുള്ള ഒരു ഫോൾഡറിൽ അത് സേവ്ഡ് ആവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫേസ്ബുക്കിലേക്ക് അല്ലെങ്കിൽ യൂട്യൂബിലേക്കാണെങ്കിലും ഫേസ്ബുക്കിലേക്കാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലേക്കാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.